ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ അൻകബൂത്ത് 48, 49, 50 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പേജ് നമ്പർ 402. وَمَا كُنْتَ تَتْلُو مِنْ قَبْلِهِ وَمَا كُنْتَ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാക്കിനത്തായ നൂൻ താഇന് മുമ്പിൽ വന്നപ്പോഴുള്ള ഇഖ്ഫാ ഹഖീഖി എന്ന നിയമം അവ്യക്തമാക്കി സാക്കിനത്തായ നൂനിനെ മണിക്കണം എന്നതാണ്. ഈ മണിക്കലിൽ തർക്കീഖ് നൽകുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശേഷം വന്നിട്ടുള്ള അക്ഷരം താ ഇസ്തിഫാലിന്റെ ഹർഫാണ്. തർക്കീഖോടുകൂടി നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ നൂനിന്റെ ശബ്ദം കുന്ത ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കു എന്ന ദമ്മിന്റെ ഉച്ചാരണം കു. ആ ദമ്മ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൂനാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലാവുക എന്നത് ദമ്മ ഉച്ചരിക്കുമ്പോൾ മാത്രമാണ്, ഉകാരം ഉച്ചരിക്കുമ്പോൾ മാത്രം. ഉടനെ തന്നെ നൂനിന്റെ ശബ്ദം വരുമ്പോൾ ചുണ്ടുകൾ നൂനിന്റെ ഉച്ചാരണത്തിന്റെ സമയത്തേതുപോലെ പരത്തി വെക്കുക. കൂന്ത എന്ന് പറയരുത്, മറിച്ച് കൂന്ത. കു കഴിഞ്ഞു, പിന്നീട് കൂന്ത എന്നുച്ചരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നൂൻ അവ്യക്തമാക്കുകയാണ് വേണ്ടത്. കുൻ എന്ന് ക്ലിയർ ആവാൻ പാടില്ല, വ്യക്തമാകരുത്. മറിച്ച് വമാ കുന്ത. മണിക്കലിൽ തർക്കീഖാണ്, നേർപ്പിക്കുകയാണ് വേണ്ടത്. ഉന്ന മുറഖഖ ആണ് എന്നതും നാം സൂചിപ്പിച്ചു. കുന്ത തത്ലു. താകൾ ആവർത്തിക്കുകയാണ്. ഹംസിന്റെ അക്ഷരമാണ് താ, ശിദ്ദത്തുമുണ്ട്. കുന്ത തത്ലു. തത്ലു തത്ലു എന്ന് ശബ്ദം വ്യക്തമായി ഖൽഖല പോലെ വരരുത്. തത് തത്. വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി. നേരത്തെ കുന്തയിലേതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായി അതിന്റെ വിപരീതമായ മിൻ ഖബ്ലിഹി എന്ന ഉച്ചാരണത്തിലുള്ള നൂനിന്റെ ശബ്ദം തഫ്ഖീമാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ് വന്നിട്ടുള്ളത്. ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീമാണ് വേണ്ടത്. കാരണം ശേഷമുള്ള ഖാഫ് ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ മിൻ ഖബ്ലിഹി, മിൻ ഖബ്ലിഹി. ഖബ്ലിഹി എന്ന് പറയുമ്പോൾ ബാഇന്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹർക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ച് ഉച്ചരിക്കുക. ഖബ്ലിഹി ഹ ദമീറിന്റെ ദീർഘം മദ്ദുസ്സിലത്തി സുഗ്റ എന്നതാണ്. മിൻ കിതാബ്. ഇവിടെ സാക്കിനത്തായ നൂൻ ശേഷം കാഫ് ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്. കാഫ് ഇസ്തിഫാലിന്റെ ഹർഫാണ്. അപ്പോൾ മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്. കിതാബിൻ വലാ തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. ലയിപ്പിക്കൽ ഭാഗികമാണ്, നാഖിസായ ഇദ്ഗാമാണ്. കിതാബിൻ വലാ, മറിച്ച് പൂർണ്ണമായി കിതാബി വല എന്ന് ലയിപ്പിക്കുകയില്ല. മിൻ കിതാബിൻ വലാ
ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ബിയമീനിക് തഖുത്തുഹു എന്നതിലെ ഹാഉ ളമീർ മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കുക. ബിയമീനിക വഖഫ് ചെയ്യുമ്പോൾ ബിയമീനിക് കാഫിന് ഹംസ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക. ബിയമീനിക്. ഇവിടെ ഇതുവരെയായി ഖാഫ് മിൻ ഖബ്ലി എന്നതിലെ ഖാഫ്, തഖുത്തുഹു, ഖാ, താ ഇത്രയും അക്ഷരങ്ങൾ മാത്രമാണ് തഫ്ഖീമിൻ്റെതായിട്ടുള്ളത്. ബാക്കിയൊക്കെയും ഇസ്തിഫാലിന്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ഇദൻ ലർതബൽ മുബ്തിലൂൻ. ഇദൻ എന്ന തൻവീൻ പൂർണ്ണമായും ശേഷമുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് പണിക്കാതെ ഉച്ചരിക്കുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഇദല്ല തൻവീനിന്റെ ശബ്ദം അല്പം പോലും ഇല്ല. ഇർതാബ എന്നായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഹംസത്തുൽ വസ്ല് ചേർത്ത് വായനയിൽ കളയപ്പെടുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇർതാബ എന്നത് ലർതബൽ മുബ്തിലൂൻ. റാഇന് തഫ്ഖീം കൊടുക്കണം. റാഇന് സുക്കൂനും തൊട്ടുമുമ്പിൽ ഫത്ഹയുമാണ് ചാരണത്തിലുള്ളത്. അതുകൊണ്ട് തഫ്ഖീമാണ് റാഇൻ. ലർതബൽ മുബ്തിലൂൻ. ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. മുബ്തിലൂൻ താഇന് കസ്റ ഉള്ളതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം നൽകി താഉം ഉച്ചരിക്കുക. ഇദൻ ലർതബൽ മുബ്തിലൂൻ ബൽ ഹുവ ആയാതുൻ ബയ്യിനാത്ത്. ബൽ ഹുവ ലാമിനെ ഇദ്ഹാർ ചെയ്യണം എന്നതാണ് ഇവിടുത്തെ നിയമം. ലാം സാക്കിനത ലാം. ബൽ ഹുവ ആയാതുൻ ബയ്യിനാത്ത്. ആയാതുൻ എന്ന തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് പൂർണ്ണമായും മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശേഷം ബാ വന്നതുകൊണ്ട് അപ്പോൾ ആയത്തുൻ എന്നത് തും എന്ന് മീമായി മാറുകയാണ്. മീമായി മാറുമ്പോൾ സ്വാഭാവികമായും ഇഖ്ഫാ ഷഫവി എന്ന നിയമമാണ് മീമിന് സാക്കിനത മീം ബായിന് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാവുക. അതാണ് ഇവിടെ ഫലത്തിൽ സംഭവിക്കുന്നത്. ആയത്തുൻ ബയ്യിനാത്ത്. ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം. ബയ്യിനാത്തുൻ എന്ന തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബയ്യിനാത്തുൻ ഫീ. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് കുന്തയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ തു എന്ന ആ ضമ്മയുടെ ഉച്ചാരണം കഴിഞ്ഞ ഉടനെ നൂനിലേക്ക് മാറുക. തുൻഫി പറയരുത്. തുൻഫി അല്ല തുൻഫി. ബയ്യിനാത്തുൻ ഫീ. വ്യക്തമായി താഴെ ചുണ്ടിൽ നിന്നും മേലെ പല്ലിന്റെ അറ്റവുമാണ് ഫാവിന്റെ ഉച്ചാരണം മഖ്റജ്. അവിടെ നിന്ന് ഉച്ചരിക്കണം. തുൻഫി സുദൂരി. സ്വാദിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. നിസ്ബിയായ തഫ്ഖീം ضمആയതുകൊണ്ട് ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽം. ഊതു എന്ന വാവ് ഇൽതിഖാഉ സാക്കിനൈന് വേണ്ടി ദീർഘാക്ഷരമായ വാവ് കളഞ്ഞുകൊണ്ട് ഊതുൽ ഇൽം എന്ന് ഉച്ചരിക്കുക. ഇൽമ് എന്നൊന്നും പറയരുത്. വഖഫ് ചെയ്യുമ്പോൾ ഊതുൽ ഇൽം. ആ മീമിൽ വഖഫ് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ കൂടുതൽ സമയമെടുത്ത് മീമിന് ഉന്നത്ത് വരരുത്. അത് സൂക്ഷിക്കണം. ഇൽം എന്ന് മണിച്ചു പോകരുത്. മറിച്ച് ഊതുൽ ഇൽം. വമാ യജ്ഹദു ബിആയാതിനാ. യജ്ഹദു ജീമിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ബിആയാതിനാ ഇല്ലദ്ദാലിമൂൻ. ബിആയാതിനാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്.
ബിആയാതിനാ ഇല്ലദ്ദാലിമൂൻ. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല്ലദ്ദാലിമൂൻ, അദ്ദാലിമൂൻ എന്ന വാഇന് തഫ്ഖീം കൊടുക്കണം. പൂർണ്ണമായ തഫ്ഖീം വാഇനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും കൊടുത്തുകൊണ്ട് ഇല്ലദ്ദാലിമൂൻ, ഇല്ലദ്ദാലിമൂൻ. അല്പം അയവോടുകൂടിയാണ് ഉച്ചരിക്കേണ്ടത്. റഖാവത്തുണ്ട്. അദ്ദാലിമൂൻ എന്ന് പറയുന്ന ഒരു രീതിയാണ് പലർക്കുമുള്ളത്. അത് മാറ്റുക. അദ്ദാലിമൂൻ എന്ന് ഉച്ചരിക്കുക. വഖാലൂ ലൗലാ ഉൻസിൽ. വഖാലു ഖാഫിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക, പെരുപ്പിക്കുക എന്നൊക്കെയാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാലൂ, വഖാലൂ ലൗലാ ഉൻസിൽ. ലൗലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉൻസിൽ, ഉൻസിൽ പറയരുത്. ഉ എന്ന് പറയുമ്പോൾ മാത്രം ചുണ്ട് വൃത്താകൃതിയിലാവണം ദമ്മ ഉച്ചരിക്കുമ്പോൾ. ശേഷം സാക്കിനത്തായ നൂൻ, അതിനുശേഷം സായ്. ഇവിടെ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കി മണിക്കുക. ഉൻസില. وقالوا لولا أنزل عليه آيات من ربه آيات من ربه. ആയത്തുൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. തുൻ എന്ന നൂനിന്റെ ശബ്ദം തീരെ വരികയില്ല. പിന്നെ തും മീമിന്റെ ശബ്ദമാണ്. പിന്നെ മീമിന് ശബ്ദ നൽകിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ആയാതും മിർ റബ്ബി, മിൻ റബ്ബി. അതിലെ നൂൻ സാക്കിനത്തായ നൂൻ ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുന്നു. ഇദ്ഗാം ബിഗൈരി ഗുന്ന. മിൻ എന്നത് മിർ റബ്ബി എന്നാക്കി മാറ്റുക. മിർ റബ്ബി. റായിന് തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. റ എന്ന വലിയ ശബ്ദം റായിൽ തക്രീർ വരാതെ സൂക്ഷിക്കുക. മിർ എന്ന് ആവർത്തിച്ച് വിറപ്പിക്കരുത്, മറിച്ച് മിർ റബ്ബി ഒറ്റ റ മാത്രം ഉച്ചരിക്കുക. ഖുൽ ഇന്നമൽ ആയാതു. ഖുൽ ഖാഫിന് തഫ്ഖീമാണ്, ലാം ഇദ്ഹാർ ചെയ്യുക. ഖുൽ ഇന്നമ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നമ എന്നതിലെ ദീർഘം ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി കളഞ്ഞുകൊണ്ട് ഇന്നമൽ എന്നുച്ചരിക്കുക. ഇന്നമൽ ആയാതു. അവിടെ ഇന്നമൽ ആയാതു എന്ന് പറയരുത്. ല എന്നുള്ള ശബ്ദം വരരുത്. ആ എന്ന് ക്ലിയർ ആക്കി ഹംസ ഉച്ചരിക്കണം. ഖുൽ ഇന്നമൽ ആയാതു. പലരും തെറ്റായി ഖുൽ ഇന്നമൽ ആയാതു എന്ന് പറയും. അതല്ല. ഖുൽ ഈ ക്ലിയർ ആക്കുക. ഇന്നമൽ ആയാതു ഇൻദല്ലാഹി. ഇൻദ സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക, വ്യക്തമാക്കി മണിക്കണം. ശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ഐൻ എന്ന നൂന് ക്ലിയർ ആവരുത്. ഇൻദ. ഇൻദല്ലാഹി. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ചുച്ചരിക്കുക. ലാമിന് മുമ്പിൽ ഫത്ഹ ഉള്ളതുകൊണ്ട് ഇൻദല്ലാഹി വഇന്നമാ അന നദീറും മുബീൻ. വഇന്നമാ ഷദ്ദുള്ള നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതിൽ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫും ശേഷം ഹംസയും 2 പദങ്ങളിൽ വേർപിരിഞ്ഞു വന്നു. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വഇന്നമാ അന നദീറും മുബീൻ. അവിടെ
അവിടെ അനയിലെ അലിഫും അതിനു മുകളിൽ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ചിഹ്നവും അത് സൂചിപ്പിക്കുന്നത് അനയിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അലിഫോടുകൂടി അന എന്ന് വഖഫ് ചെയ്യണം. ചേർത്തോതുകയാണെങ്കിൽ അന നദീറും മുബീൻ വഇന്നമാ അന എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. അലിഫോടുകൂടി നീട്ടിക്കൊണ്ട്. ചേർത്തോതുമ്പോൾ അന നദീറും മുബീൻ, നദീറുൻ എന്നതിലെ തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. നദീറുൻ റായിന് തഫ്ഖീമും കൊടുക്കുക, തടിപ്പിച്ച് നദീറും മുബീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون وقالوا لولا أنزل عليه آيات من ربه قل إنما الآيات عند الله وإنما أنا نذير مبين